ചെറുപുഴ പഞ്ചായത്തിൽ പാടിയോട്ടുചാൽ എന്ന സ്ഥലത്താണ് ചരിത്രപ്രസിദ്ധമായ നരമ്പിൽ തറവാടും നരമ്പിൽ ഭഗവതി ആരൂഢ സ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. ഇന്നും മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നു പോരുന്ന ഈ നായർ തറവാടിൻ്റെ ഇന്നത്തെ കാരണവർ ശ്രീ നരമ്പിൽ ഗോപിനാഥൻ അവറുകളാണ്. തറവാട്ടമ്മ നരമ്പിൽ വീട്ടിൽ ദാക്ഷായണി അമ്മ അവറുകളാണ്. ചരിത്രത്തിൻ്റെ ഏടുകളും തോറ്റംപാട്ടും പഴമൊഴിയായി പറഞ്ഞു വരുന്ന ചരിത്രവും പരിശോധിച്ചാൽ ഏകദേശം 2200 വർഷത്തിലധികം ഈ തറവാടിനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് 2800 വർഷം രേരമംഗലം ക്ഷേത്രം, 1800 വർഷം പഴക്കം കരിവള്ളൂർ മുച്ചലോട്. ഈ ക്ഷേത്രത്തിൻ്റെയും തറവാടിൻ്റെയും ഉൽപ്പത്തിയിലേക്ക് ഒന്ന് ഊളിയിട്ടാൽ അതിൻ്റെ മഹാത്മ്യം പറയുന്നത് ഏകദേശം ഇപ്രകാരമാണ്. ഇപ്പോഴുള്ള നരമ്പ് പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും അനേകം മുനിമാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പടവതിയന്മാർ എന്ന അസുരകുലത്തിൽപ്പെട്ടവർ ഇവരുടെ തപസ്സിനെയും പൂജയെയും നിരന്തരം ശല്യപ്പെടുത്തി പോന്നു. ഇതിൽ പൊറുതിമുട്ടിയ മുനിമാരും സജ്ജനങ്ങളും കാസർഗോഡ് ജില്ലയിലെ മടിയൻ കൂലോത്ത് പോവുകയും ശ്രീ മടിയൻ ക്ഷേത്രപാലകൻ ശിവന്റെ നടയിൽ സങ്കടം ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്രേ. മടിയൻ ക്ഷേത്രപാലകൻ രേരമംഗലത്ത് ഭഗവതിയോട് ഇതിനു പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. രേരമംഗലത്ത് ഭഗവതി തൻ്റെ അനുചരിയായ അതിരൗദ്രഭാവത്തിലുള്ള ഒരു ദേവിയെ ഈ പടവതിയന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കാൻ പറഞ്ഞയച്ചു. ഈ ദേവി പാതാളത്തിലൂടെ പ്രസ്തുത സ്ഥലത്തെത്തുകയും പടവതിയന്മാരായ അസുരഗണങ്ങളെ നേരെ അമ്പ് കൊണ്ട് വധിക്കുകയും ചെയ്തു. നേരെ അമ്പിനെ കൊണ്ട് വധിച്ചാൽ നേരെ അമ്പ് നരമ്പ് എന്ന് പേര് വരികയും ആ ദേവി നരമ്പിൽ ഭഗവതി എന്ന് അറിയപ്പെടുകയും ചെയ്തു. തിരിച്ച് മടിയൻ കൂലോത്ത് എത്തിയ ശ്രീ നരമ്പിൽ ഭഗവതിയിൽ മടിയൻ ക്ഷേത്രപാലകൻ അതീവ സന്തോഷവാനാവുകയും എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ആരായുകയും ചെയ്തപ്പോൾ നരമ്പിൽ ഭഗവതി എനിക്ക് പ്രസ്തുത യുദ്ധം നടന്ന സ്ഥലത്ത് ഒരു ഇരിപ്പിടവും അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരു നായരെയും വേണമെന്ന് ആവശ്യപ്പെട്ടത്രേ. അപ്പോൾ മടിയൻ ക്ഷേത്രപാലകൻ എനിക്ക് 1200 നായന്മാരുണ്ട്, അതിൽ ഹിതമുള്ള നായരുടെ കയ്യെ പിടിച്ചോളൂ പടവതി വാഴിച്ച പെരുദേവതേ എന്ന് അരുളി ചെയ്യുകയും നേരെ കിഴക്കോട്ട് നോക്കുമ്പോൾ കുളക്കടവിൽ കുളി കഴിഞ്ഞ് കുറിയും ധരിച്ചു നിൽക്കുന്ന കൊടക്കലഹമ്പടിയെ കാണുകയും വലതുകൈ പിടിച്ച് വളപട്ടണം കോട്ടയിലെത്തിക്കുകയും ആചാരവും കൊടുത്ത് നായരയെ എന്ന വിളിപ്പേട് കൊടുക്കുകയും ആചാര സമർപ്പണം നടത്തുകയും ചെയ്തു. കൊമ്പും കാഹളവും വീരമുദ്രവും മുഴക്കി പാതാളത്തിലൂടെ നരമ്പിൽക്കാര ഗുഹയിലേക്ക് ഉദയം ചെയ്യുകയും അപ്രദേശത്തുള്ള നരമ്പിൽ കുടിപതി, അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഇഷ്ടമാവുകയും ചെയ്തു. പ്രസ്തുത ഗുഹ ഇന്നും പരിപാവനമായി സംരക്ഷിച്ചു പോരുന്നു. തുടർന്ന് നരമ്പിൽ ഭവനം നിർമ്മിക്കുകയും ആ നായർക്ക് എള്ളുവിത്ത് 8000 പൊതിപ്പാട് സ്ഥലവും ഒരു ശാല ഗോക്കളെയും അതുപോലെ തന്നെ നരമ്പിൽ കുടിപതികളെയും സമ്മതിക്കുകയും അവരെ നരമ്പിൽ കുടിപതി എന്ന് ദേവി നാമകരണം നടത്തുകയും ചെയ്തു. ഈ എള്ളുവിത്ത് 8000 പൊതി സ്ഥലം 4 അതിരുകൾ: കിഴക്ക് പുളിങ്ങോം അയ്യപ്പൻ ദേവസ്വം, പടിഞ്ഞാറ് കമ്പല്ലൂർ ദേവസ്വം, പിന്നെ അതിരുകൾ പെരിങ്ങോം ക്ഷേത്രഭൂമിയും തിമിരി ദേവസ്വവും. രേരമംഗലത്തു നിന്നാണ് ഈ ഭഗവതി ഇങ്ങോട്ട് വരുന്നത്. അവിടുത്തെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നരമ്പ് ദേശത്ത് 78,000 പൊതു സ്ഥലങ്ങൾ ഇവിടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഈ തറവാട്ട് കുടുംബങ്ങൾക്ക്. പിന്നെ ഇവിടെ മകരമാസം 5 മുതൽ 8-ാം തീയതി വരെ മകരം 5 മുതൽ 8-ാം തീയതി വരെ ഉത്സവങ്ങൾ നരമ്പിൽ ഭഗവതി, കക്കറ ഭഗവതി, കുറ്റിപ്പുറത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തരാമണ്ടി, പുലിക്കണ്ടൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടപ്പെടുന്നു. കളിയാട്ട മഹോത്സവത്തിന് പുറമെ എല്ലാ സംക്രമ ദിവസങ്ങളിലും വിഷു, പൂരം, പുത്തരി, നിറ, മറയൂട്ട് സംക്രമം എന്നീ ദിവസങ്ങളിലും നട തുറന്ന് പൂജ ചെയ്യുന്നു. സത്യത്തിൻ്റെ ദേവതയാകയാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പോലും ധാരാളം ഭക്തർ ഈ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും പ്രാർത്ഥന ഫലപ്രാപ്തി നേടി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ വിശേഷ ദിവസങ്ങളിലും തറവാട് ഊട്ടുപുരയിൽ വെച്ച് അന്നദാനം നടത്തുന്നു. ഇന്നും പാരമ്പര്യ ക്ഷേത്ര ആചാരപ്രകാരം മാത്രമാണ് ചടങ്ങുകൾ നടത്തുന്നത്.
2024 വർഷം ശ്രീ നരമ്പിൽ ഭഗവതി അമ്മയുടെ ശ്രീകോവിൽ മേൽക്കൂര ചെമ്പടിച്ച് നവീകരിക്കുകയും കവാടങ്ങൾ പിച്ചള പൊതിഞ്ഞ് നവീകരിക്കുകയും ചെയ്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് ശ്രീ നാരായണൻ തിരുമുമ്പ് അവരുടെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ടുനിന്ന പൂജാതി കർമ്മങ്ങളാൽ ശ്രേഷ്ഠമാക്കപ്പെട്ട് മകരമാസം 3-ാം തീയതി 2024 ജനുവരി 17-ാം തീയതി പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഇതം പ്രഥമമായി ശ്രീകോവിലിന് ചുറ്റും അഷ്ടലക്ഷ്മിമാരുടെ ചുവർ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുകയും അത് നിരവധി ഭക്തജന ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനും നിരവധി പേർ ക്ഷേത്രം സന്ദർശിക്കുന്നതിനും ഇടയാക്കി.